നമ്മളുടെ ജോജുവേട്ടൻ ഹിറ്റാക്കിയ നല്ല കുറുകിയ ബീഫിന്റെ സ്റ്റൂവില്ലേ, നല്ല സോഫ്റ്റ് ബ്രെഡും അതിന്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പ്രിപ്പറേഷൻ ആയിട്ട് ഞാൻ ഇവിടെ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സബോള കട്ട് ചെയ്തതും ഒരു ചെറിയ പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തതും 2 പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് പെപ്പർ പൗഡർ, അതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കൂടി തൂവി കൊടുത്തിട്ട് ഇതുപോലെ കൈ വെച്ച് നല്ലപോലെ തട്ടിപ്പൊത്തി ഒന്ന് വെക്കാം. ഇതിലേക്ക് ഞാൻ ഫ്രഷ് ആയിട്ട് ഒരു ഗരം മസാല പ്രിപ്പയർ ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 10 ഗ്രാമ്പു, ഒരു 10 to 12 കാടമം, ഒരു സ്റ്റാർ അനീസും, 2 ചെറിയ പീസ് പട്ടയും. ഇതൊന്നും നല്ല ഫ്രഷ് ആയിട്ട് പൊടിച്ചു വെക്കാം കേട്ടോ. ഈ സമയത്ത് ഞാനൊരു 1/4 കപ്പ് കാഷ്നട്ട് സോക്ക് ചെയ്യുന്നുണ്ട് വെള്ളത്തില്. അതിനുശേഷം ബീഫ് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 6 വിസിലിൽ വേവിച്ചെടുക്കുക. വെന്ത് വന്ന ബീഫിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിലും കൂടി അടിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു വോക്കിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് 2 പാലാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള കാഷ്നട്ട് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ചുകൂടി പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്ന് സീവ് ചെയ്ത് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക. സ്റ്റൂ നല്ലപോലെ തിളച്ച് കുറുകി വരുന്ന സമയത്ത് ഒരു 1/2 കപ്പ് തൻപാല് തിക്ക് കോക്കനട്ട് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റാണ് കേട്ടോ. ഇനി ഇതിൽ നെയ്യില് അണ്ടിപ്പരിപ്പും കിസ്മസും കൂടി വറുത്തിടാം കേട്ടോ. ഒരു രക്ഷയില്ല, വളരെ രുചിയാണ് കേട്ടോ. ഇതുപോലെ നല്ല സോഫ്റ്റ് ബ്രെഡും കൂട്ടി കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്സ് അറിയിക്കണേ. അപ്പോൾ ബീഫ് മേടിക്കുമ്പോൾ ഇച്ചിരി നെയ്യുള്ള ബീഫ് നോക്കി മേടിച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യും.